നമ്മുടെ പാർബിൻ്റെയും ടെട്രയുടെയും ടാങ്കാണ്. അപ്പോൾ ഈ ടാങ്ക് ഇപ്പോൾ ഇത്തിരി ക്ലൗഡി ആയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിൽറ്റർ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല. അത് കുറച്ച് ഓഫായി. അപ്പോൾ നമുക്ക് എന്തായാലും റീപ്ലേസ് ചെയ്യണം ഫിൽറ്ററിനെ. അപ്പോൾ എന്തായാലും ഫിഷ് എല്ലാം ഹെൽത്തി ആയിട്ടാണ് നടക്കുന്നത്. കാരണം ഇതൊരു നാച്ചുറലായിട്ട് സെറ്റപ്പായിട്ട് കിടക്കുന്ന കാരണം അവർക്കുള്ള ഹെൽത്തും എല്ലാം കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വാട്ടറിൻ്റെ ക്വാളിറ്റി മാത്രം ചെറുതായിട്ടൊന്ന് ക്ലൗഡി ആയിട്ടുണ്ട്. കാരണം ഫിൽറ്റർ ഇപ്പോൾ ഓഫായി കിടക്കുന്ന കാരണം മര്യാദയ്ക്ക് അതിനകത്തുനിന്ന് വരുന്നില്ല. ബബിൾസ് ആണെങ്കിലും വളരെ കുറവാണ്. ഇതിപ്പോൾ നമ്മളൊന്ന് തൊട്ടപ്പോൾ ആയി വരുന്നതാണ്. പക്ഷേ ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ നിന്ന് പോകും. അപ്പോൾ എന്തായാലും ഇതിനകത്തെ എല്ലാ പ്ലാന്റ്സും എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. നമ്മൾ ദിവസം ഒരു 6 മണിക്കൂറാണ് ഇതിൻ്റെ ലൈറ്റ് കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി കുറയ്ക്കാം. കാരണം ഒരു ചെറിയ പായലിൻ്റെ അംശം അതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ ലൈറ്റ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാവുന്നതാണ്. എന്തായാലും ഫിഷ് നല്ല ഹെൽത്തിയാണ്. നമ്മളെന്തായാലും ഇതിനെ ബ്രീഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നില്ല. നമുക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റും. കാരണം ഇതിനകത്ത് ഫീമെയിൽസ് ഉണ്ട്, എഗ്ഗായ ഫീമെയിൽസ് ഉണ്ട്. നമ്മളത് മാറ്റിയെടുത്ത് എല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് സമയമില്ല. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഗപ്പീസും ബീറ്റാസും ഒക്കെ ഉള്ള കാരണം സിക്കിലിഡും ഉണ്ട്. അപ്പോൾ അതുള്ള കാരണം അതിനെയാണ് നമ്മൾ കുറച്ചും കൂടി കെയർ ചെയ്യുന്നത്. ഇതിനധികം മാർക്കറ്റ് കുറവായ കാരണം നമ്മളതിനെ നമുക്ക് കാണാൻ വേണ്ടി മാത്രമായിട്ട് ഇട്ടേക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബ്രീഡ് ചെയ്യാനോ വിൽക്കാനോ ഒന്നും നമ്മൾ വിചാരിക്കുന്നില്ല. അപ്പോൾ അത് കാരണം നമ്മളതിനെ ലീവ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ടാങ്ക് എന്തായാലും നല്ല ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. നമ്മുടെ പ്ലാന്റ് ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. നമുക്കിത്തിരി പ്ലാന്റ് ഗ്രോയിങ് ഫെർട്ടിലൈസർ നമ്മുടെ കയ്യിലുണ്ട്. അതും കുറച്ച് ഒഴിച്ചു കൊടുക്കണം. പിന്നെ വാട്ടർ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചത്തെ പരിപാടിയായിട്ട് നമ്മളത് വെച്ചേക്കാണ്. വാട്ടർ ഒന്ന് ചേഞ്ച് ചെയ്ത് എല്ലാം ശരിയാക്കി ഒന്ന് വിടണം. അപ്പോൾ എന്തായാലും ഫിഷ് എല്ലാം ഹെൽത്തിയാണ്. നമുക്കത്ര മതി. നമ്മുടെ ടാങ്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്.